അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് അറിയിച്ചിരുന്നത് പോലെ പല വിദ്യാർത്ഥികളും അവർ ഹിഫ്ലാക്കിയ യാസീൻ സൂറത്ത് അവർ ഹിഫ്ലാക്കിയ ഭാഗം വ്യക്തമായി തന്നെ ഓതി അയച്ചിട്ടുണ്ട്. കണ്ണടച്ച് വെച്ച് വീഡിയോ തയ്യാറാക്കി അയച്ചിട്ടുണ്ട് ഭൂരിഭാഗം കുട്ടികളും. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം തോന്നുന്നു. ആദ്യമായി അയച്ചു തന്നിരുന്നത് മൻഹ മുനീർ. നമുക്ക് ഓരോരുത്തരുടെ ഖിറാഅത്ത് ഒന്ന് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ മൻഹ ഓതിയതിൽ അഊദു മാഷാ അല്ലാഹ് വളരെ വ്യക്തമായി ഓതിയിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതിൽ ഫസ്റ്റുള്ള ഹംസയുടെ ഉച്ചാരണവും ഐനിൻ്റെ ഉച്ചാരണവും ദാലിൻ്റെ ഉച്ചാരണവും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. പിന്നീട് ബിസ്മി ഓതുന്ന സമയത്ത് അതൊരൊറ്റ ശ്വാസത്തിലായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, അഊദു ഓതി കഴിഞ്ഞ ശേഷം നമ്മൾ ശ്വാസം വിട്ട് വലിച്ചു കൊണ്ടൊന്ന് തയ്യാറാവേണ്ടതുണ്ട്. അടുത്ത ആയത്തിന് വേണ്ടി നമ്മളൊന്ന് ശ്വാസം കൊണ്ട് റെഡിയാവണം. അങ്ങനെ പൂർണ്ണമായി ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ബിസ്മി പൂർത്തിയാക്കുന്നതിനും ഇടയിലായി തന്നെ ശ്വാസം വലിക്കേണ്ടി വരുന്നത്. നമ്മൾ ഓരോ ആയത്ത് ഓതുമ്പോഴും ഇടയിൽ വെച്ച് നിർത്തി പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ശ്വാസത്തിന് പ്രയാസം വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വഖഫിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ നിർത്തണം. അപ്പോൾ ഇവിടെയൊക്കെ വളരെ ഈസിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇനി ശ്വാസം കൊണ്ടൊന്ന് ഒരുങ്ങാം. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ഓതാം. ഒന്നാമത്തെ ആയത്ത് ശ്രദ്ധിച്ചോ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം വൽ ഖുർആനിൽ ഹകീം വൽ ഖുർആനിൽ ഹകീം എന്ന് സാദാ കാഫായിട്ടാണ് ഓതേണ്ടത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. വൽ ഖുർആനിൽ ഹകീം. ഓക്കെ. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ലമിനൽ മുർസലീൻ ശരിയായിട്ടുണ്ട്. അലാ സിറാത്തിൻ മുസ്തഖീം തൻസീസൽ അസീസുർ റഹീം. ഇവിടെ ശ്രദ്ധിക്കണം, തൻസീസൽ അസീസി എന്നാണ് ഓതിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാ? തൻസീസ എന്നല്ല, തൻസീലൽ അസീസിർ റഹീം. തൻസീലൽ അസീസിർ റഹീം. ഇവിടെയും ലിതുൻസിറ സി അല്ല, അത് ശരിയല്ല. ലിതുൻസിറ ഏതുപോലെ? അഊദു ബില്ലാഹി എന്ന ഭാഗത്ത് അഊദുവിൽ വരുന്ന ദാലിൻ്റെ മുകളിൽ പുള്ളിയുള്ള ദാലാണ്. ഇവിടെ ലിതുൻസിറ എന്ന് പറയുന്ന ഭാഗത്തുള്ളതുപോലെ. അപ്പോൾ അത് ലിതുൻസിറ എന്ന് സി എന്ന് ഉച്ചരിച്ചാൽ അത് പിഴവാണ്. ശ്രദ്ധിക്കണം. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അങ്ങനെയാണ് വരിക. അതിനിടയിലും ആ ശ്വാസം ഓത്തിനിടയിലൂടെ ശ്വാസം വലിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. لقد حق القول على
أكثرهم فهم لا يؤمنون. പിന്നെ ലഖദ് ഹഖൽ ഖൗലു ആ ഓതുന്നതിലൊക്കെ ഖാഫിൻ്റെ ഉച്ചാരണം വളരെ ഉഷാറായിട്ടുണ്ട്. പിന്നെ അലാ അക്സരിഹിം അതിനിടയിൽ കൂടെ ശ്വാസം വലിക്കരുത്. അപ്പോൾ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം അവിടെ നിർത്താം. അലാ അക്സരിഹിം ഫഹും ലാ അങ്ങനെ ഓതാം. മനസ്സിലായല്ലോ? لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا. അവിടെ കൂടെ ശ്വാസം വലിച്ചു വിടുക, അത് പറ്റില്ല. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. ഇങ്ങനെ ഓതണം. فهي إلى الأذقان فهم مقمحون. فهي إلى الأذقان ദാലിൻ്റെ ഉച്ചാരണം മാറിയിട്ടുണ്ട്. സ ആയിട്ടാണ് ഉച്ചരിച്ചത്, ശ്രദ്ധിക്കണം കേട്ടോ. فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم വജഅൽന ജീമിന് ഫത്ഹാണുള്ളത്. വജഅൽന എന്ന് ഓതുമ്പോൾ ജീം സുക്കൂനോടെ ഉച്ചരിക്കുന്ന പോലെയാണ്. വജഅൽന എന്ന് പറയുമ്പോൾ ഈ ജഅൽന എന്ന വാക്കിനെ അത് മാദിയാണ്. ഇതിന് അംർ ഹാദിറിൻ്റെ പദമാക്കി ഉച്ചരിക്കുന്നത് പോലെ ആയിപ്പോകും. വജഅൽന എന്നത് തെറ്റാണ്. ആശയത്തിൽ തന്നെ അർത്ഥവ്യത്യാസം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ദുആ ആയി മാറുകയാണ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلف إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا وجعلنا من بين أيديهم سدا അങ്ങനെയാണ് നിർത്തേണ്ടത്. സദ്ദൻ വമിൻ അങ്ങനെ ചെയ്യരുത്. ഓക്കെ. ومن خلفهم سدا فأغشيناهم فهم لا يبصرون. فأغشيناهم فهم لا يبصرون. فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم وسواء عليهم أأنذرتهم അങ്ങനെ أم لم تنذرهم لا يؤمنون. ഇവിടെ തുൻദിർഹും ആ ഉച്ചാരണം ക്ലിയർ ആയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് കേട്ടോ. أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع. വീണ്ടും തുൻസിറു സഇന്റെ ഉച്ചാരണത്തിലേക്ക് പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب. الذكر وخشي الرحمن. ذكر അതും തെറ്റാണ്. من اتبع الذكر എന്നാണ് വരിക. من اتبع الذكر وخشي الرحمن بالغيب. الرحمن بالغيب بشره അവിടെ കേൾക്കുന്നില്ല. فبشره بمغفرة وأجر كريم. الرحمن بالغيب بشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا വനക്തുബ് അവിടെ ബാ കേട്ടിട്ടില്ല. എന്താ അവിടെ ശ്വാസം വലിക്കാൻ നിന്ന്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും അങ്ങനെ ഓതണം. آثارهم وكل شيء أحصيناه في إمام مبين.
وكل شيء أحصيناه في إمام مبين. ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഓതിയിട്ടുണ്ട് കേട്ടോ. കുറേ കുട്ടികൾക്കൊക്കെ ഈ സ്വാദിൻ്റെ ഉച്ചാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാറില്ല. മൻഹയുടെ ഓത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഖാഫ്, സ്വാദ്, ഐന്, ദാല് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓതുന്നതായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ സന്തോഷം അറിയിച്ചിരുന്നത്. പിന്നെ അടുത്ത പേജ് ശ്രദ്ധിക്കാം. ഇവിടെ ഇവിടെ മസലൻ അത് സാധാ സീനാക്കി ഉച്ചരിച്ചോ എന്നൊരു സംശയം. മസലൻ ഇങ്ങനെയാണ് ഉച്ചാരണം വരേണ്ടത്. അതായത് അതല്ലാതെ മസലൻ എന്നാകുമ്പോൾ വളരെ വ്യക്തമായി കാറ്റ് പുറത്തേക്ക് ഒരു എന്താണ് ബലൂണിലൊക്കെ കാറ്റ് നിറയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത്ര അല്ലെങ്കിൽ കാറ്റ് പുറത്ത് വിടുന്ന ശബ്ദം. ഇതാണ് ബലൂണിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വിടുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം. അത്ര ശബ്ദം വരരുത് ഉച്ചരിക്കുമ്പോൾ. മസലൻ നമ്മുടെ മേലെ വരി താഴെ വരി മുൻപല്ലുകൾക്കിടയിലൂടെ നാവ് അല്പം പുറത്തേക്ക് തെന്നി നിന്ന് അതിലൂടെ കാറ്റ് പുറത്ത് വരുന്നതാണ്. ഇത്രേ പാടുള്ളൂ. أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما إذ أرسلنا إليهم اثنين فكذبوهما അങ്ങനെ ഓതണം. ഫകദ്ദബൂഹുമ എന്ന് ഓതുന്നതിനിടയിലൂടെ ശ്വാസം വലിക്കുകയോ വിടുകയോ ചെയ്യരുത്. ഫകദ്ദബൂഹുമ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. അവിടെ ഒന്നുകൂടെ വ്യക്തമാക്കി ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഷദ്ദുള്ള മീമ്, ഷദ്ദുള്ള നൂന് ഇതൊക്കെ നമുക്ക് മണിക്കുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കാം. അത് മണിച്ചുകൊണ്ട് തന്നെ ഓതിയാൽ വളരെ ക്ലിയറായി ഓത്ത്. قالوا ما أنتم إلا بشر مثلنا قالوا ما أنتم إلا بشر مثلنا. ഇതാണ് അതിൻ്റെ കണക്ക് അളവ്. إلا بشر مثلنا وما أنزل الرحمن من شيء وما أنزل الرحمن من شيء إن أنتم إلا تكذبون. من شيء إن أنتم إلا تكذبون. قالوا رب إلا تكذبون. ربنا يعلم إنا إليكم مرسلون. إليكم لمرسلون. ഇവിടെയൊക്കെ ഖാഫിൻ്റെ ഉച്ചാരണം ശരിയായിട്ടുണ്ട്. قالوا ربنا يعلم إنا إليكم لمرسلون. وما علينا إلا البلاغ المبين. ശ്രദ്ധിക്കൂ. وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم تطيرنا بكم لئن لم تنتهوا لنرجمنكم. ഈ ആയത്ത് ഓതുന്നതിനിടയ്ക്ക് ഇടയിലൂടെ പെട്ടെന്ന് നിർത്തിപ്പോകുന്നുണ്ടല്ലോ, അത് ഒന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം.
لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. ഇവിടെ ഇത്രയും നീട്ടി ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഓതാൻ ശ്രമിക്കേണ്ടതില്ല. ഇടയിലൊക്കെ നമുക്ക് നിർത്തുമ്പോൾ അക്ഷരങ്ങൾ ഈ ഓത്തിനിടയിലൂടെ ശ്വാസം വലിക്കുക വിടുക ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്താ? അക്ഷരങ്ങളുടെ ഉച്ചാരണം പൂർണ്ണമായി വരില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ അക്ഷരങ്ങളൊക്കെ ഇടയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാകും. ഇത് വലിയ തെറ്റാണ്, ഗൗരവമേറിയ പിഴവാണ് എന്നാണ് ഇമാമിയങ്ങൾ പറയാറുള്ളത്. ചില ഭാഗങ്ങളിലൊക്കെ ആശയം നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അർത്ഥങ്ങളായി പോവാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധയോടെ ഓതണം എന്ന് പറയുന്നത്. لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. ഞാൻ ഇവിടെയൊക്കെ നിർത്തിയത് ഒരാൾക്ക് ശ്വാസത്തിൻ്റെ പ്രയാസമുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നിർത്തി ഓതാം എന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് അവിടെയൊക്കെ നിർത്തി തന്നത് കേട്ടോ. ويمسنكم من عذاب عليم لتطيرنا بكم لئن لم تنتهوا لنرجمنكم ويمسنكم من عذاب عليم وليمسنكم منا عذاب أليم. അങ്ങനെയല്ലേ? ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ലാസ്റ്റ് ഓതി വരുന്ന ആയത്തിലൊക്കെ ഖാലൂ ആവശ്യത്തിൽ അധികം നീട്ടരുത്. ഖാലൂ ത്വാഇറുകും മഅകും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. أكم أبي الذكرت بل أنت قوما مسرفون وجاء من الأقصى المدينة رجل يسعى. ഓക്കെ, ഈ ആയത്തിലൊക്കെ ലാസ്റ്റ് ഓതിയ 2-3 ആയത്തിലൊക്കെ വളരെ അധികം ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ഞാൻ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഒക്കെ നമ്മൾ പല രൂപത്തിലും കേട്ട് ശീലിച്ചതാണ്. അപ്പോൾ വളരെ തെറ്റൊന്നുമില്ലാതെ തന്നെ നമ്മൾ നോക്കി പരിശോധിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ ഓതി ശീലമാക്കണം ഇൻഷാ അല്ലാഹ്. എന്നാലും അക്ഷരങ്ങളുടെ ഉച്ചാരണമൊക്കെ പരമാവധിയൊക്കെ ശ്രദ്ധിച്ച് ഓതുന്നുണ്ട്. അതിൽ വളരെ അധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. അല്ലാഹു തആല അക്ഷരങ്ങളൊന്നും മാറിപ്പോവാതെ ഉച്ചാരണം പിഴവ് വരാതെ വളരെ ക്ലിയറായി തന്നെ ശ്രദ്ധിച്ച് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആളുടെ ഖിറാഅത്ത് ശ്രദ്ധിക്കാം. അടുത്തത് മുഹമ്മദ് ഫിദാൻ എന്ന് ഓതട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അഊദു ഐനിന് ബൊമ്മ വരുന്ന സ്ഥലം, ഐന എന്നല്ല ഏത് അക്ഷരത്തിനും ബൊമ്മ ആണെങ്കിൽ ചുണ്ട് മുന്നോട്ട് കൂർപ്പിച്ച് ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ഉച്ചാരണം പൂർത്തിയാകുന്നത്. ഫകുല്ലു മദ്മൂമിൻ ഫലൻ യതിമ്മ ഇല്ലാ ബിദമ്മി ശഫതൈനി ദമ്മ എന്നാണ് ഇമാം ജസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. തജ്വീദിൻ്റെ ഇമാമുകളുടെ കൂട്ടത്തിലൊരു ഇമാമാണ്, ഒരു പ്രധാന പണ്ഡിതനാണ് ഇമാം ജസരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ എന്താ അതിൻ്റെ ആശയം? എന്താ പറഞ്ഞ ബൈത്തിൻ്റെ ആശയം, എല്ലാ ബമ്മുള്ള അക്ഷരങ്ങളുടെയും ഉച്ചാരണം പൂർത്തിയാവണമെങ്കിൽ ഉച്ചരിക്കുന്നയാളുടെ 2 ചുണ്ടുകളും മുന്നോട്ട് കൂർപ്പിക്കണം. ഒരല്പം കൂർപ്പിച്ചാൽ മതി, പൂർണ്ണമായി കൂർപ്പിച്ച് ബോറാകുന്ന രീതിയിലും ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, യാസീൻ തുടങ്ങട്ടെ. ഓക്കെ, ഇവിടെ യാസീൻ ഇങ്ങനെയല്ല, യാസീൻ ഇതാണ്. യാ ഒരൊറ്റ അലിഫിൻ്റെ ഖദറും സീൻ എന്നുള്ളത് 3 അലിഫിൻ്റെ ഖദറും. യാസീൻ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. മാഷാ അല്ലാഹ്. ആദ്യത്തെ 2-3 ആയത്തുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഓതിയിട്ടുണ്ട്. മണിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അലാ സിറാത്തിൻ
مستقيم على صراط مستقيم മുസ്തഖീം എന്നതിലെ താവും സിറാത്തിൻ എന്നതിലേത് താ അല്ല ത്വ ആണ് അല്ലേ? അതിൻ്റെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. تنزيل العزيز الرحيم تنزيل العزيز الرحيم. പിന്നെ ഐന് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ റെഡിയായി. لتنذر قوما ما أنذر آباؤهم لتنذر قوما ما أنذر آباؤهم. അങ്ങനെ വരണം. അക്ഷരങ്ങളൊക്കെ ഓരോന്നും നല്ല വ്യക്തമായിട്ട് വരണം. മറ്റോ കൂട്ടി എഴുതിയ അക്ഷരങ്ങളാണെങ്കിലും അല്ലാത്ത അക്ഷരങ്ങളാണെങ്കിലും ഒന്നും മറ്റൊന്നിലേക്ക് ലയിച്ചു പോയിട്ട് വരരുത്. ഓരോന്നും വേറിട്ട് നമുക്കിങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. ഇങ്ങനെയാണ് വരേണ്ടത്. ഫഹും ഗാഫിലൂൻ ഗൈനാണ്. ലഖദ് ഹഖൽ ഖൗലു ഹായിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. إلى الأذقان فهم مقمحون. ഇവിടെ ഹ, ഖാഫ്, ഗൈന് എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണം ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ. ഞാൻ ഈ നേരത്തെ ഓതിയ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഓതാം. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. وجعلنا من بين أيديهم سدا. മിൻ ബൈനി എന്ന ഭാഗത്ത് മറച്ച് മണിക്കണം. നൂനിൻ്റെ ഉച്ചാരണം മീമാക്കി മറിച്ച് മണിക്കണം. ഇഖ്ലാബ്. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. فأغشيناهم ഈ വാക്കൊന്ന് റെഡിയാക്കി ഉച്ചരിച്ച് ശീലിക്കണം. فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع. ഇന്നമാ ഒന്ന് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം? അന്ന് ശ്വാസം വിട്ട് അടുത്ത ആയത്ത് ഓതാൻ വേണ്ടിയുള്ള ശ്വാസം പിടിക്കണം. ഇന്നമാ തുൻസിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب. الذكر وخشي الرحمن بالغيب فبشره بمغفرة. വഖശിയ الرحمن بالغيب. ബ എന്ന് കേൾക്കണം. കാരണം ഈ ബ എന്ന അക്ഷരം ഖൽഖല എന്ന സിഫത്തുള്ള അക്ഷരമാണ്. സുക്കൂനോടെ വരുമ്പോൾ ഹർക്കത്തുള്ള സമയത്ത് ഉച്ചരിക്കുന്നത് പോലെ മുഴക്കി ഉച്ചരിക്കണം. പിന്നെ ആദ്യം തുടക്ക സമയത്തുണ്ടായിരുന്ന അത്ര ഒരു ശ്രദ്ധ അല്ല, പിന്നീട് കുറച്ച് സ്പീഡ് കൂടുമ്പോൾ പിഴവുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എന്നാണ് ഫബഷിർഹു. നീട്ടരുത്. കുറേ കുട്ടികൾ അങ്ങനെ നീട്ടുന്നതായിട്ട് കേൾക്കാറുണ്ട്. ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫബഷിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. إنا نحن نحيي الموتى ونكتب ما قدموا. إنا نحن نحيي الموتى ألا نحيي الموتى وآثارهم وكل شيء غافرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين.
വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സ്പീഡാവരുത്, ഓടിപ്പഠിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. ഓതി സാവധാനം ഓതി ശ്രദ്ധയോടെ പഠിക്കണം. ഓടിപ്പോകുന്നുണ്ട്. ഇവിടെ കേട്ടല്ലോ, മസലൻ അസ്ഹാബ, മസലൻ അസ്ഹാബൽ ഖരിയതി, തെറ്റി. മസലൻ അസ്ഹാബ ആദ്യം എന്തായിരുന്നു? മസലൻ അസ്ഹാബ. എങ്ങനെ അവിടെ ഒരു നൂന് വരുന്നത്? നസ്ഹാബ എന്ന് നൂന് വരുന്നുണ്ട്. അതെന്താ സംഭവം? മസലൻ എന്നതിലെ തെൻവീനിന് ശേഷം അസ്ഹാബ എന്ന ഹംസിൻ്റെ ഹർക്കത്ത് എന്ത് ചെയ്തു? ആ തെൻവീനിലേക്ക് നീങ്ങിപ്പോയി. മസലൻ എന്ന അവിടെ ഒരു തെൻവീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നൂന് എഴുത്തിൽ കാണുന്നതേ അല്ല, ഉച്ചാരണത്തിൽ മാത്രം വരുന്നൊരു സുക്കൂനുള്ള നൂനിനാണ് ഈ തെൻവീൻ എന്ന് പറയുന്നത്, അല്ലേ? ആ തെൻവീനാകുന്ന നൂനിന് അസ്ഹാബ എന്നതിൻ്റെ ഹംസിൻ്റെ ഹർക്കത്ത് നീങ്ങിപ്പോയി. എന്നിട്ട് തെൻവീനാകുന്ന നൂനിന് ഷദ്ദും വന്നു, മസലൻ അസ്ഹാബ. അപ്പോൾ ഹംസ് ഉച്ചാരണത്തിൽ വരുന്നില്ല. വലിയ പിഴവാണ്, കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. അതാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ لَمُرْسَلُونَ ഈ ആദ്യത്തെ മുർസലൂൻ എന്നതിൽ ലാമ് ചേർക്കരുത്. ഇത് അർസൽന എന്ന് തുടങ്ങിയാൽ ഇലൈക്കും മുർസലൂൻ എന്നാണ്. ഇതിനിടയിൽ നിർത്തിയ സ്ഥാനങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ്. ഞാൻ ഓതി കൊടുത്തിരുന്നത് പോലെ ഓതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ ഓതണം. وما أنزل الرحمن من شيء. റഹ്മാൻ നൂനിന് ളമ്മാണ്, റഹ്മാന അല്ല. മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. കഴിഞ്ഞു. ഓക്കെ, എന്തായാലും ഓതി തന്നത് ഷെയർ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് നന്നായി ക്ലിയർ ആക്കിയെങ്കിലേ എന്താവുള്ളൂ ഓത്ത് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഇനി അടുത്തയാളുടെ ഓത്ത് ശ്രദ്ധിക്കാം. അടുത്തത് മുഹമ്മദ് ഹാദി മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനി. ലായി എന്ന് പറഞ്ഞാൽ പോരാ. ബിസ്മില്ലാഹി ഹാഹി ഹു ബിസ്മില്ലാഹി. ആ ഹാ തന്നെ വരണം, കാറ്റ് ഇങ്ങോട്ട് വരണം. ബിസ്മില്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ അത് യാ ആയിട്ടാണ് വരുന്നത്. ചെറിയ രൂപത്തിലൊരു യാ ആണ് വരുന്നത് ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ വെറുതെ പറഞ്ഞതാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനി ഹ റെഡിയാവണം, റഹീം ഹ റെഡിയാവണം. വൽ ഖുർആനിൽ ഹകീം ഹ. إنك لمن المرسلين على صراط അലാ അല്ല على صراط مستقيم تنزيل العزيز الرحيم. നേരത്തെ പറഞ്ഞ പ്രശ്നം. തൻസീൽ ലസീസി. ലസീസി എന്തുകൊണ്ട് ലാ വന്നു? ലസീസി എന്നൊരു വാക്ക് അവിടെ ഇല്ല. തൻസീൽ അസീസി. സുക്കൂനുള്ള ലാമിന് എന്താ സംഭവിച്ചെന്ന് അറിയോ? സുക്കൂനുള്ള ലാമിന് ശേഷമുള്ള ഐനിൻ്റെ ഹർക്കത്ത് കൊടുത്തു, ലാമിനെ ശബ്ദത്തോടെ വായിച്ചു. ഐന് സാധുവായ ഐന് എന്ത് ചെയ്തു? ഉച്ചാരണത്തിൽ നിന്ന് ഒഴിവായിപ്പോയി, ഓത്തിൽ നിന്ന് ഒഴിവായിപ്പോയി. തൻസീലൽ അസീസി തെറ്റ്. തൻസീലൽ അസീസിർ റഹീം. ഇതാണ്
ശ്രദ്ധിച്ചോദണം. لتنذر قوما ما أنذر آباءهم فهم غافلون ഓക്കെ, لقد حق ആ ആയത്ത് റെഡി ആയിട്ടുണ്ട്. 6-ാം ആയത്ത് ഫഹും ഗാഫിലൂൻ, ആ ആയത്ത് വലിയ പ്രശ്നമല്ല. القول ولا أكثرهم فهم لا يؤمنون. ഹാദി മുഹമ്മദിൻ്റെ ഓത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടയിലൊന്നും വെച്ച് അവിടെ ഇവിടെ വെച്ച് ശ്വാസം വിട്ടുപോകുന്നില്ല. ആയത്തങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. إنا جعلنا في أعناقهم أغلالا ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാല. ആ അഅ്നാഖിഹിം എന്നതിൽ ഐനും അഗ്ലാല അഗ്ലാല എന്നതിൽ ഗൈന് ചെറിയ രൂപത്തിലൊക്കെ ശരിയായിട്ടുണ്ട്. ഐന് ഒന്നുകൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചാൽ റെഡിയായി. ഓക്കെ, ഷദ്ദുള്ള ലൂന് മണിക്കണം. ഫീ അഅ്നാഖിഹിം അവിടെ അല്പം കൂടുതൽ നീട്ടണം കേട്ടോ. وهي إلى الأذقان فهم ലദ്ഖാനി വീണ്ടും വന്നു. ഫഹിയ ഇലൽ അദ്ഖാനി ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. مكمهون وجعلنا من بين أيديهم سدا മിൻ ബൈനി ഐദീഹിം അല്ല, മിൻ ബൈനി ഐദീഹിം. ഐദീഹിം എന്നതിലെ ഹംസ. ومثالا فهي إلى الأذقان فهم مكمهون മുഖ്മഹൂൻ, മുഖ്മഹൂൻ അല്ല മുഖ്മഹൂൻ. ഹ ആണ്. ഇസ്തിരിയിട്ട് ക്ലിയർ ആക്കി പോരട്ടെ. പിന്നെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം, ആ ഐദീഹിം എന്നതിലെ ആ ഹംസ്, ആ എന്നതിൻ്റെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. من بين أيديهم سدا മിൻ ബൈനി ഐദീഹിം യാ ആയിട്ടല്ല, എന്നാലും ഹംസിൻ്റെ ഉച്ചാരണം ക്ലിയർ ആയിട്ടില്ല. ومن خلفهم سدا വമിൻ ഖൽഫിഹിം, ഖാഇൻ്റെ ഉച്ചാരണം ഒരു 10% എത്തിയിട്ടുള്ളൂ. ഇനിയും 90% ബാക്കിയാണ്, പൂർത്തിയാവണം. വമിൻ ഖൽഫിഹിം സദ്ദ. ഫഅഗ്ശൈനാഹും അല്ലാഹ്, ഫഅഗ്ശൈനാഹും അല്ല ഫഅഗ്ശൈനാഹും. ഫഅഗ്ശൈനാഹും ഈ വാക്ക് തന്നെ 10-11 തവണ ആവർത്തിച്ച് ശരിയാക്കി ആവർത്തിച്ച് ഉച്ചരിച്ച് ശീലിക്കണം. എന്നിട്ട് ആയത്ത് ഓതി പരിശീലിക്കണം. يبصرون فسواء യുബ്സിറൂൻ അല്ല, ഫഹും ലാ യുബ്സിറൂൻ. സ്വാദാണ്. عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ഓക്കെ, إنما ഇന്നമാ തുൻദിറു. ആ കണ്ണ് തുറന്നു നോക്കിയപ്പം കിട്ടി. تنذر من اتبع الذكر وخشي الرحمن ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ്. അവിടെ മനിത്തബഅ, ആ ഐനൊക്കെ മിസ്സായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. മനിത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ്. بالغيب فبشره بمغفرة وأجر كريم. വഅജിരിൻ കരീം. വഅ ആ ഹംസിൻ്റെ ഉച്ചാരണം റെഡിക്ക് കേൾക്കുന്നില്ല മോൻ. വഅജിരിൻ കരീം. ഖാഫ് അല്ല, കാഫാണ്. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു. ഈ തൻവീനിനെ പിടിച്ചൊക്കെ ശബ്ദമുള്ള നൂനാക്കി മാറ്റുന്നുണ്ടല്ലോ. അതങ്ങനെ എവിടുന്നോ കയറി വന്നൊരു പിഴവാണ്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും وكل شيء أحصيناه في إمام مبين. في إمام مبين. واضرب لهم مثلا أصحاب القرية. ما شاء الله, വളരെ സന്തോഷം തോന്നി. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് സംഭവിച്ച പിഴവ് ഇവിടെ വന്നിട്ടില്ല. وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث
ഓക്കെ. ചില ഭാഗങ്ങളിൽ അല്പം മണിക്കാനും അല്പം കൂടുതൽ നീട്ടാനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം ഗൗരവമേറിയത് അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഖാലൂ മാ അൻതും ഇല്ല എന്ന ഭാഗത്ത് അൻതും ഇല്ല മീമായോ എന്നൊരു ചെറിയൊരു സംശയം വരാതെ ഇല്ല. നോക്കട്ടെ. ചെറിയ രൂപത്തിലായിട്ടുണ്ട്. ഖാലൂ മാ അൻതും ഇല്ല അൻതും ഈ തും എന്ന് പറയാൻ വേണ്ടി ചുണ്ട് പൂട്ടും. തും എന്നതിലെ മീം ഉച്ചരിക്കാൻ വേണ്ടി ആ ചുണ്ട് തുറന്ന ശേഷമേ ഈ ഓതാൻ പാടുള്ളൂ. ചുണ്ട് തുറക്കാതെ ഈ എന്നിട്ട് പറയാൻ ശ്രമിച്ചാൽ എന്താകും? ആ ഹംസിന്റെ കസ്ർ മീമിലേക്ക് വരും. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ അങ്ങനെ ഓതണം. വമാ അൻസലർ റഹ്മാനു അർ-റഹ്മാനു അല്ലാഹുവിൻ്റെ പേരാണ്. വമാ അൻസലർ റഹ്മാനു മിൻ ഷൈ അർത്ഥം അല്ലാഹു തആല ഇറക്കിയിട്ടില്ല. ഏതൊരു വസ്തുവിനെ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ടെങ്കിലും അവർ അതിനെ കളവാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. വമാ അൻസലർ റഹ്മാനു എന്ന് പറയുന്നതിൻ്റെ ആശയം അങ്ങനെയാണ്. എന്നാൽ റഹ്മാന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇറക്കിയിട്ടില്ല എന്നാണ് വരുന്നത്. വളരെ വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അർത്ഥം ഞാൻ പറയുന്നില്ല. വമാ അൻസലർ റഹ്മാനു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. തുമ്മില്ല ഇനി അങ്ങനെ തുമ്മരുത്. അൻതും ഇല്ല മീമിനെ സുക്കൂനാക്കി വിട്ടുകൊടുക്കണം. കസ്ർ ഹംസിൻ്റേത് തന്നെയാണ്. ഓക്കെ. കാലു അല്ല കയ്യും അല്ല. ഖാലു റബ്ബുന. യഅ്ലമു പോരാ, യഅ്ലമു ഐന് വരട്ടെ. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. വമാ അലൈനാ പോരാ, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. എന്ത് സിമ്പിളായിട്ടോ ഒന്ന്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ പോരാ, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ബലാഗുൽ മുബീൻ. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. عذاب أليم അല്ല عذاب أليم. കാലു അല്ല. അങ്ങനെ പറയുന്ന സമയത്ത് ആലോചിക്കുകയാണ്. ത്വാഇറുക്കാണോ ഇന്നാ തയ്യറിനാണോ? കാലു എന്നല്ല, ഖാലു. ആ ഖാഫിനി മാറ്റിയിട്ട് ഓതിയാൽ മതി കേട്ടോ. കാ അല്ല ഖാ. നിനക്ക് കഴിയും. ഖായിറുക്കും അല്ല, ഖായിറുക്കും. ഈ ഖായിറുക്കും. أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل. أقصى തെറ്റ്. وجاء من أقصى അങ്ങനെ തന്നെ ഓതണം. അക്സ എന്ന് പറയുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം റെഡിയായില്ല. ഖാഫിന് ഖുതുബ്ജദ് എന്ന സിഫത്തുണ്ട്. സുക്കൂനോടെ വരുമ്പോഴും അതിനെ മുടക്കി ഉച്ചരിക്കണം. അഖ്സൽ മദീനതി റജുലുൻ യസ്ആ. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഐന് വരട്ടെ. ഓക്കെ. എന്നാലും 20 ആയത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്.
ഒരു നെടുവീർപ്പിടുന്ന പോലെ അവൻ്റെ മുഖം കണ്ടിട്ട്. പിന്നെ അടുത്തയാൾ, അത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്.